നമ്മുടെ ഇന്നത്തെ സഞ്ചാരം എന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലേക്കാണ്. ചെങ്ങന്നൂരിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രവും പാണ്ഡവൻ പാറ എന്നറിയപ്പെടുന്ന പാണ്ഡവർ താമസിച്ചിരുന്ന പാണ്ഡവൻ പാറയും കല്ലിലെ തെളിവുകളും വിശ്വാസങ്ങളിലൂടെയുമാണ്. മഹാഭാരതത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങളാണ് പാണ്ഡവൻ പാറയ്ക്കും ഇവിടുത്തെ പാണ്ഡവൻ പാറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനുമുള്ളത്. ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഇന്നലകളിലൂടെ യാത്ര ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് കയറി ചെല്ലുവാൻ സാധിക്കുന്ന ഒരുപാടിടങ്ങളുണ്ട്. വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയുവാൻ പോലും ചിലപ്പോൾ ഇടങ്ങളിൽ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലൊരിടമാണ് ആലപ്പുഴ ചെങ്ങന്നൂരിലെ പാണ്ഡവൻ പാറ. മഹാഭാരതത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങളാണ് പാണ്ഡവൻ പാറയ്ക്കും ഇവിടുത്തെ പാണ്ഡവൻ പാറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനുമുള്ളത്. തിട്ടമേൽ ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. മലയുടെ മുകളിൽ ആദ്യ പടവുകൾ കയറി ചെല്ലുന്നത് ശ്രീകോവിലിലേക്കാണ്. മഹാഭാരത കാലത്ത് പാണ്ഡവർ തങ്ങളുടെ അജ്ഞാത വനവാസ കാലത്ത് ഇവിടെ എത്തിയെന്നും നാളുകളോളം ഇവിടുത്തെ കുന്നിൻ മുകളിൽ താമസിച്ചു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നു എന്നതിൻ്റെ പല അടയാളങ്ങളും ഇന്നും ഇവിടുത്തെ പാറകളിൽ തെളിഞ്ഞു കാണും. ഭീമന്റെ കാലടി പതിഞ്ഞ കാലടിക്കല്ല്, പാണ്ഡവർ ഇരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന കസേരയുടെ ആകൃതിയിലുള്ള കസേരക്കല്ല്, പടിപ്പുരയുടെ രൂപമുള്ള പടിപ്പുരക്കല്ല്, മുറുക്കാൻ ചെല്ലം, സിംഹാസനം, താമര ആകൃതിയിലെ രൂപങ്ങൾ, ആനയുടെ ആകൃതിയിലെ പാറ എന്നിങ്ങനെ നിരവധി കാഴ്ചകൾ ഇവിടെയുണ്ട്. പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയിരുന്നു എന്നാണ് വിശ്വാസം. യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റും, ഭീമൻ തൃപ്പുലിയൂരും, അർജുനൻ തിരുവാറന്മുളയിലും, നകുലൻ തിരുവൻവണ്ടൂരും, സഹദേവൻ തൃക്കൊടിത്താനത്തുമായിരുന്നു ആരാധനകൾ നടത്തിയത്. മുതുകുളത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയിരുന്നു അത്രേ. ഇന്ന് ഈ ദേവീക്ഷേത്രം മേജർ പാണ്ഡവൻകാവ് ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കുന്തി ദേവി ചെളി കൊണ്ട് ഒരു ദേവീ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ പ്രധാന ദേവതയായ ദുർഗാദേവി എന്നാണ് വിശ്വാസം. അതിപുരാതനമായ ഈ പാണ്ഡവൻ പാറ വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത്. ട്രക്കിങ്ങിനും കാടുകയറ്റങ്ങൾക്കും സാധ്യതകളേ ഇല്ലാത്ത ജില്ലയായ ആലപ്പുഴയിൽ സ്ഥിരം കാഴ്ചകളിൽ നിന്നും അല്പം വ്യത്യസ്തത നൽകുന്ന ഇടമാണ് ചെങ്ങന്നൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻ പാറ. പേര് പോലെ തന്നെ കൂറ്റൻ പാറക്കൂട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് പാണ്ഡവൻ പാറ എന്നറിയപ്പെടുന്നത്. ബലവാനായ ഭീമന്റെ കാൽപ്പാടുകൾ പതിഞ്ഞതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പാറയിൽ പതിഞ്ഞ ഓരോ വിരലുകളും വളരെ വ്യക്തമായി തന്നെ നമ്മൾക്ക് കാണാം. ധാരാളം പ്രത്യേകതകളുള്ള ഈ പാറക്കൂട്ടം സഞ്ചാരികൾക്ക് അത്ഭുത കാഴ്ചകളാണ് നൽകുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞ ഈ പ്രദേശം വശ്യമനോഹരമായ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. ഭക്തിയും അതിനൊപ്പം സഞ്ചാര വൈവിധ്യവും നിറഞ്ഞ ചെങ്ങന്നൂരിലെ പാണ്ഡവൻ പാറ അതിപുരാതനമായ ക്ഷേത്രങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അത്യുത്തമ ഉദാഹരണങ്ങളാണ് ഏവർക്കും പകർന്നു നൽകുന്നത്. വളരെ ദൂരെ നിന്നും വരുന്ന സഞ്ചാരികൾക്ക് ഇതിനടുത്തായുള്ള കൗരവരുടെ പേരിൽ അറിയപ്പെടുന്ന നൂറ്റുവൻ പാറയും വളരെ നല്ല കാഴ്ച പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. പാറ പ്രകൃതി സഹജമായി നിലകൊള്ളുന്ന ഖനിജ ശേഖരമാണ്. പാറകളെ പൊതുവെ ആഗ്നേയം, എക്കൽ, രൂപാന്തരപ്പെട്ടവ എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു. ഭൂഗർഭശാസ്ത്രത്തിലെ ശിലാവിജ്ഞാനം എന്ന ശാസ്ത്രശാഖ ശാസ്ത്രീയമായി പാറകളെ കുറിച്ച് പഠനം നടത്തുന്നു. പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂർ
പുരാതന കാലത്ത് ഷോണാദ്രി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണത്. ആധുനിക കാലത്ത് ചെങ്ങന്നൂർ എന്നായി മാറിയതാണ്. ഷോണാദ്രി മലയാള വായ്മൊഴിയിൽ ചെങ്കുന്നായി പരിണമിക്കുകയും കാലാന്തരത്തിൽ അത് ചെങ്ങന്നൂർ എന്നായി മാറുകയും ചെയ്തു. പമ്പയും അച്ഛൻ കോവിലാറും പമ്പയുടെ കൈവഴിയായ വരട്ടാറും മണിമലയാറും പൂർവരത്തേകിയതാണ് ചെങ്ങന്നൂരിൻ്റെ നാട്. ചെങ്ങന്നൂരിലെ മറ്റൊരു മഹാക്ഷേത്രമാണ് അതിപുരാതനമായതും ചരിത്രപ്രസിദ്ധവുമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് പൂപ്പ് എന്ന ആചാരം നടക്കുന്ന പതിവുണ്ട്. ഇതര ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത ഒരു അടിയന്തരമായ ദേവിയുടെ തിരുപ്പൂപ്പ്. പൗരാണിക ശില്പകലകളുടെ സംഗമ കേന്ദ്രം കൂടിയായ പ്രസിദ്ധമായ ചെങ്ങന്നൂർ സുറിയാനിപ്പള്ളിയിലെ ശിലാദാരു ശില്പങ്ങളും 33.5 അടി ഉയരമുള്ള ഒറ്റയ്ക്കൽ കുരിശും പ്രാചീന കലാവൈവിധ്യത്തിൻ്റെ മകുടോദാരമായി ചൂണ്ടിക്കാണിക്കുന്നു. തൃച്ചിറ്റാറ്റ് എന്നറിയപ്പെടുന്ന തിരുച്ചിൻകാറ്റിൻകര, തിരുപ്പുലിയൂർ, തിരുവാറ്റിൻവിള എന്നറിയപ്പെടുന്ന തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം, തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം, സുറിയാനിപ്പള്ളി, ചായൽപ്പള്ളി, സെൻറ് തോമസ് കത്തോലിക്ക പള്ളി, സെൻറ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നിവയാണ് ചെങ്ങന്നൂരിൻ്റെ പ്രാചീന സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ആരാധനാലയം. കറുത്ത പൊന്ന് എന്ന് പ്രസിദ്ധമായ കുരുമുളക് പണ്ടുകാലം മുതലേ ഈ നാട്ടിൽ നിന്നുള്ള പ്രധാന കയറ്റുമതി ചരക്കായിരുന്നു. ധാരാളം സവിശേഷതകൾ നിറഞ്ഞ പാണ്ഡവൻപാറ വീക്ഷിക്കാൻ നിരവധി സഞ്ചാരികളാണ് എല്ലാ ദിനവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്തിയും സംസ്കാരവും സഞ്ചാര വൈവിധ്യവുമുള്ള ഈ പാറക്കൂട്ടങ്ങൾ ചെങ്ങന്നൂരിൻ്റെ തല ഉയർത്തി നിൽക്കുന്ന ഒരു സഞ്ചാര കേന്ദ്രമായി ഇന്ന് നിലകൊള്ളും. പാണ്ഡവൻപാറയിലെ പാറക്കെട്ടുകൾക്ക് മുകളിലായി ഒരു ജലസ്രോതസ്സുണ്ട്. പ്രദേശവാസികൾ ഇതിനെ കന്യാകുമാരി എന്നാണ് വിളിക്കുന്നത്. പടിപ്പുരയിൽ നിന്ന് 100 മീറ്റർ വടക്കു കിഴക്ക് മാറിയാണ് ഇതുള്ളത്. എത്ര കടുത്ത വേനലായാലും ഇവിടുത്തെ വെള്ളം വറ്റില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. പാണ്ഡവൻപാറയ്ക്ക് സമീപമുള്ള മറ്റൊരു ആകർഷണമാണ് നൂറ്റവൻപാറ. കൗരവരുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പാറയിൽ കൗരവർ താമസിച്ചിരുന്നതായാണ് വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്നും 600 അടിയിലേറെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്നും എത്തുന്ന സഞ്ചാരികൾക്ക് പാണ്ഡവൻപാറയിൽ എത്തിച്ചേരുവാൻ ചെങ്ങന്നൂരിൽ നിന്നും ചെറിയനാട് റൂട്ടിൽ 1.1 കിലോമീറ്റർ ദൂരെയാണ് പാണ്ഡവൻപാറയുള്ളത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുമ്പോൾ ഓവർ ബ്രിഡ്ജ് തൊട്ട് മുമ്പ് ഉടൻ ഇടത്തോട്ട് തിരിഞ്ഞ് ഇവിടേക്ക് കയറാം. ഐതിഹ്യങ്ങളും സംസ്കാരവും നിലകൊള്ളുന്ന പാണ്ഡവൻപാറ ക്ഷേത്രവും ഭീമന്റെ കാൽപ്പാടും ഒക്കെ കാണും. ഒരുപാട് അറിവുകളും നേടുവാൻ ചെങ്ങന്നൂരിലെ പാണ്ഡവൻപാറ നമുക്കേറെ സഹായകമാകുന്നു. അതിപുരാതനമായ അവശേഷിപ്പുകൾ നിലനിൽക്കുന്ന പാണ്ഡവൻപാറ ഏറെ രസകരമായ കാഴ്ചകൾ നൽകുകയും അതിനൊപ്പം അറിവുകൾ നൽകുകയും ചെയ്യുന്നു. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നിലകൊള്ളുന്ന കഥകളുടെ നാടായ ചെങ്ങന്നൂർ സഞ്ചാരികൾക്ക് ഏറെ നല്ല കാഴ്ചകൾ നൽകും എന്നുള്ളത് ഉറപ്പാണ്. ഗൂഗിൾ മാപ്പ് വഴി വളരെ വ്യക്തമായി നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാവുന്നതാണ്. പാറകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ക്ഷേത്രവും പാറക്കെട്ടുകളിലെ വൈവിധ്യമായ കാഴ്ചകളും കുടുംബമായി എത്തുന്ന സഞ്ചാരികൾക്ക് വളരെ നല്ല കാഴ്ചകളാണ് നൽകുന്നത്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻപാറ സഞ്ചാരികൾക്ക് അതിമനോഹരമായ കാഴ്ചകൾ നൽകും.